അപ്പൊ അനന്തഭദ്രം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഈ ഒരു പാട്ട്, ഓ ചേട്ടാ, പിന്നെ രണ്ടാമത്തെ കാര്യം മേക്കപ്പ്, പിന്നെ സന്തോഷ് ശിവൻ, മണിയമ്പിള്ള രാജു, എല്ലാം കൂടെ ഓർമ്മ വരുമ്പം ആ ലൊക്കേഷൻ എന്താണ്, അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനുള്ളത്? ചേട്ടാ അതൊരു 8 മാസം 9 മാസം മുമ്പ് ഈ കഥയൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇതിന്റെ ചില ദിഗംബരൻ അപ്പൊ ഇതിങ്ങനെ ഡേറ്റ്സ് മാറി 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 പോയി. ഒരു വർഷത്തോളമായി എന്നോട് കഥ പറഞ്ഞ ശേഷം തുടങ്ങിയപ്പോ. അപ്പൊ ഞാൻ എൻ്റെ ഇടയ്ക്ക് 6-7 പടം കഴിഞ്ഞു. നമ്മൾ അന്ന് കഥ കേട്ടപ്പോ ഈ സാധനം മനസ്സിൽ കയറി. പിന്നെ അത് പോയി. ഞാൻ സത്യത്തിൽ ഉടയോന്റെ സെറ്റിൽ നിന്നാണ്, പൊള്ളാച്ചിയിൽ നിന്നാണ് വടക്കാഞ്ചി അല്ല നമ്മുടെ വരിക്കാശ്ശേരി മനയിലേക്ക് വരുന്നത്. അവിടെ രാവിലെ വർക്ക്, ഉച്ച കഴിഞ്ഞ് ഇവിടെ വെച്ചിരിക്കുക. ഉച്ച കഴിഞ്ഞാണ് എൻ്റെ അനന്തഭദ്രം ഫസ്റ്റ് ഷോട്ട് വെച്ചിരിക്കുന്നത്. അവിടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം. അപ്പൊ ഞാൻ ഈ ഒരു അഗ്ലി ആയിട്ടുള്ള ഒരു പൊട്ടൻ ക്യാരക്ടറാണ് ഉടയോനില്. ഭയങ്കര ദേഹം മുഴുവൻ ചെളിയൊക്കെ ആയിട്ട് നിക്കറ് ഒക്കെ ആയിട്ട് പൊട്ടനാ. അത് കഴിഞ്ഞിട്ട് നേരെ ഈ അനന്തഭദ്രത്തിന് വരുന്നത് ഭയങ്കര കോൺട്രാസ്റ്റ് ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പൊ നേരെ വന്ന് ഞാൻ ഈ പൊള്ളാച്ചി ടു വരിക്കാശ്ശേരി മന വരെയുള്ള യാത്രയിൽ ഇത് അന്ന് പറഞ്ഞ കഥ എങ്ങനെ ചെയ്യാം, എങ്ങനെ ജസ്റ്റേഴ്സ് എടുക്കാം, അങ്ങനെ ഇതൊക്കെ കാറിലിരുന്ന് ആലോചിക്കുന്നത്. അങ്ങനെ നേരെ വന്ന് ലൊക്കേഷൻ വന്നപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. പട്ടണം റഷീദ് മേക്കപ്പ് മാൻ അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ റെഡി ആയിക്കോ, എല്ലാവരും വെയിറ്റിംഗ് ആണ്, ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ്, പാട്ടാണ് എടുക്കുന്നത്. അപ്പോഴേ ഏത് പാട്ട് സീനെ അന്ന് വായിച്ചറിയില്ല. ഈ പാട്ടുണ്ടോ? ഒരു ചേട്ടനൊരു പാട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ ഒന്ന് കേൾക്കാൻ പറ്റുമോ? കേട്ടപ്പോ തിരനുരയും ചുരുൾ മൂടി ഇത് കേൾക്കുന്നു. ഞാൻ തരിച്ചങ്ങിരുന്നു. എന്തൊരു ഹെവി സോങ്. അങ്ങനെ ഈ പാട്ടിന്റെ ഷോട്ട് എടുക്കാൻ അവിടെ ക്യാമറയും വെച്ച് സന്തോഷമായിട്ട് അകത്ത് വെയിറ്റ് ചെയ്യാണ്. ഞാൻ മേക്കപ്പ് ചെയ്യണം. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ അയ്യോ ദിഗംബരൻ ഡയലോഗ്സ് ഒന്നും അല്ല, പാട്ടെടുക്കാൻ പോകുന്നത് എങ്ങനെ ചെയ്യും? ഇങ്ങനെ മേക്കപ്പ് ഇങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അത് വെക്കുന്നു, ഇവിടെ കണ്ണിന്റെ അവിടെ വരയ്ക്കുന്നു, കറുപ്പ് ചുവപ്പ്. അത് കഴിഞ്ഞ് കോസ്റ്റ്യൂമർ വന്ന് കുറെ പട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നു. ഞാൻ കണ്ണാടി നോക്കിയിട്ടില്ല അതുവരെ. കാരണം ഞാൻ ഇതിന്റെ ചിന്തയിലാണ്. കാരണം ഇത് എങ്ങനെ ചെയ്യും, ഒരു ഐഡിയയിൽ. ഇത് ചേട്ടൻ നോർമൽ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു ക്യാരക്ടർ അല്ല. ഒരു ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ല. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുത്ത സാധനമായതുകൊണ്ട് ഇതിനെ പെർഫോം ചെയ്ത് മാത്രം നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ടെൻഷൻ കാരണം ലൈൻ പിടിക്കാൻ വേണ്ടിട്ട് അവസാനം ഞാൻ കണ്ണാടി ഒന്ന് നോക്കി. കണ്ണാടി നോക്കിയില്ലോ, കണ്ണാടി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ കണ്ണിന്റെ അവിടെ ഇത് ഭയങ്കര പട്ടണ മാജിക് തന്നെയാണ്. അത് അസാധ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അതാണ് മേക്കപ്പിനൊക്കെ ഉള്ളൊരു പ്രാധാന്യം. കാരണം ഈ സാധനം അങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ക്യാരക്ടറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട്, ചേട്ടാ റെഡി, ഷോട്ട് റെഡി. അപ്പൊ ഞാൻ ഓക്കെ റെഡി എന്ന് പറഞ്ഞ് എണീക്കുന്നു. നേരെ ചെല്ലുന്ന ഫസ്റ്റ് ഷോട്ട് എന്നറിയോ? തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ഇതാണ് ആദ്യം എടുക്കുന്ന എന്റെ ഷോട്ട് ആ പടത്തില്. ആ ക്യാരക്ടറിന്റെ സർവ്വ ഇമോഷൻസും നിറച്ചു വെച്ചിരിക്കുന്ന വരികളിലും സംഗീതത്തിലും നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പാട്ടാണത്. ഒരു സീൻ 2-3 സീനൊക്കെ എടുത്തതിനു ശേഷം ഇത്തരം പാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും അതെങ്ങനെ ചെയ്യണമെന്ന്. ഇത് ഒരു ഐഡിയ ഇല്ല. പാട്ടിലേക്ക് ആദ്യം കയറുന്ന ഇതാണ്. അത് ഗംഭീരമായി. കാരണം വേറൊന്നുമല്ല, കറക്റ്റ് ട്രാക്കിൽ തന്നെ വന്ന് വീടും. അതാണ് സന്തോഷിന്റെ സ്പീഡ്. ആ സ്പീഡിലാണ് ഇത്രയും ഭീകരമായ ക്വാളിറ്റിയും കൊടുക്കുന്നത്. ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കാൻ പോലും സമയം തരാതാണ് സന്തോഷ് ചേട്ടൻ ആ പടം ചെയ്തു തീർത്തത്. പിന്നെ രസകരമായ ഒരുപാട് നമ്മള് ഈ മണിയമ്പിള്ള രാജു ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു. എന്റെ പോലെ അതിങ്ങനെ കുഞ്ഞു സാധനങ്ങളാണ്. അങ്ങനെ പെട്ടെന്നൊരു സാധനം പറയാനില്ല. ഫുൾ ടൈം രസമായിരുന്നു. ഒരു സൈഡിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയും, ഈ ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ ഈ തമാശക്കൊന്നും പോകാൻ പാടില്ല. വേറൊരു ആക്ടർ ആണെങ്കിൽ എവിടെയെങ്കിലും ബുക്കൊക്കെ വായിച്ച് സീരിയസ് ആയിട്ട് ആ ക്യാരക്ടർ വിടാതെ, അങ്ങനെ ഉണ്ട് ചില ആക്ടേഴ്സ് ഉണ്ട് ഭയങ്കര ക്യാരക്ടറുടെ ബുക്ക് വായിക്കും, തമാശക്കൊന്നും പോകില്ല. നമ്മളിവിടെ ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ കൂതറ തമാശകളും പാട്ടും ബഹളങ്ങളായിട്ട് ഇരുന്നിട്ടാണ് ഇത് പോയി ചെയ്യുന്നത്.